ചീടെ മദ്യപാനം നിർത്താൻ രേവതി ജ്യൂസില് ഒരു പൊടി കലർത്തി വയ്ക്കുവാണ്. ചന്ദ്ര അതറിയാതെ എടുത്ത് കുടിച്ച ശേഷം തളർന്ന് വയറുവേദനയൊക്കെ വരുവാണ്. ഞാനതില് മരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു, സച്ചേട്ടന്റെ കുടി നിർത്താൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ രേവതി കുറ്റം സമ്മതിക്കുവാണ്. ഇവളെ കൊണ്ടാ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇവളിത് എന്നെ കൊല്ലാൻ വേണ്ടി മാത്രം ചെയ്തതാ എന്നൊക്കെ പറഞ്ഞ ചന്ദ്ര രേവതിക്ക് നേരെ കയർക്കുവാണ്. മറ്റുള്ളവർക്ക് കലക്കി വെച്ച ജ്യൂസ് ഇവളെന്തിനാ എടുത്തു കുടിക്കുന്നേ? രേവതി മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭർത്താവിന്റെ ഈ ദുസ്വഭാവം നിർത്താൻ വേണ്ടിയല്ലേ ഇവൾ ഇതൊക്കെ ചെയ്തത്. സച്ചി ചെയ്ത പണിക്ക് അപമാനപ്പെട്ട് നിൽക്കുന്നത് രേവതിയാണ്. അവള് വേറെ എന്ത് ചെയ്യാനാ ചന്ദ്രേ? ഇപ്പോയെങ്കിലും ചിലർക്ക് ബോധോദയം വരട്ടെ എന്ന് രവിയേട്ടൻ സച്ചിയെ നോക്കി ദേഷ്യത്തിൽ പറയുകയാണ്. അത് കേട്ട് സച്ചി കരഞ്ഞോണ്ട് ടെറസിൽ പോയി ഇരിക്കുവാണ്. ഇത്രത്തോളം പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. റോഡിൽ കിടക്കുന്ന കുടിയന്മാരെ പോലെ നീ എന്നെ മാറ്റിയില്ലേ എന്ന് രേവതിയോട് സച്ചി ചോദിക്കുവാണ്. സച്ചേട്ടാ, ഞാനൊന്നും മാറ്റിയിട്ടില്ല. നിങ്ങളിങ്ങനെ മാറിപ്പോകൂ എന്ന ഭയത്തിലാ ഞാൻ ഇതൊക്കെ ചെയ്തത്. എനിക്ക് വേറെന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങളുടെ കുടി കാരണം ഈ വീട്ടിലുള്ള എല്ലാവർക്കും അല്ലേ പ്രശ്നം എന്ന് രേവതി പറയുവാണ്. ഞാനല്ലേ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്? ഞാൻ കുടിച്ചിട്ടില്ല രേവതി, അതാണ് സത്യം. നീ എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നറിയാം, എന്നാലും പറയുവാ ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ എല്ലാരോടും പറഞ്ഞതല്ലേ, എനിക്ക് വേണ്ടി വാങ്ങിത്തന്ന വണ്ടിയാ നീ അത്. അതും നൈറ്റ് മൊത്തം കഷ്ടപ്പെട്ട്. ആ വണ്ടി ഞാൻ കുടിച്ചിട്ട് ഓടിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് സച്ചി രേവതിയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരയുവാണ്. അത് കേട്ട് സച്ചി പറഞ്ഞതില് സത്യമുണ്ടോന്ന് രേവതിക്ക് സംശയം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് രേവതി കഞ്ഞി ഉണ്ടാക്കി ചന്ദ്രയ്ക്ക് കൊണ്ട് കൊടുക്കുവാണ്. അവൾ ഉണ്ടാക്കി തന്ന കഞ്ഞി ഞാൻ കുടിക്കില്ല. ഞാൻ വയ്യാതെ കിടക്കുന്നത് ഇവള് കണ്ടില്ലേ, എന്നിട്ട് എന്തിനാടി വീണ്ടും കലക്കിക്കൊണ്ട് വന്നിരിക്കുന്നേ? നിന്റെ അഭിനയം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? ഞാൻ ജ്യൂസ് കുടിക്കുന്നത് കണ്ടിട്ടും നീ അത് തടഞ്ഞില്ലല്ലോ. എനിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് നീ വിചാരിച്ചില്ലടി എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ആ കഞ്ഞി വാങ്ങിയില്ല. അത് കേട്ട് രേവതി കയ്യിലിരിക്കുന്ന കഞ്ഞി ടേസ്റ്റ് ചെയ്ത് അതിലൊന്നും ഇട്ടിട്ടില്ലെന്ന് ചന്ദ്രയ്ക്ക് മുന്നിൽ തെളിയിക്കുവാണ്. ഞാൻ ഇതില് ഒന്നും കലർത്തിയിട്ടില്ലെന്ന് അമ്മയ്ക്ക് വിശ്വാസമായില്ലേ? ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല അമ്മ. കിച്ചണിൽ ഇനിയും കഞ്ഞി ബാക്കിയുണ്ട്. അമ്മയ്ക്ക് വിശ്വാസമുണ്ടെങ്കിൽ പോയി കുടിച്ചോളൂ. ഇതിനുമേൽ എല്ലാം അമ്മയുടെ ഇഷ്ടം എന്ന് മറുപടി കൊടുത്ത് രേവതി ദേഷ്യത്തില് അവിടെ നിന്ന് പോവാണ്. അവസാനം വിശപ്പ് സഹിക്കാനാവാതെ ചന്ദ്ര അടുക്കളയിൽ ഇരിക്കുന്ന കഞ്ഞിയെടുത്ത് കുടിക്കുവാണ്. അടുത്ത ദിവസം രേവതി സച്ചി കുടിച്ചെന്ന് പറയുന്ന ബാറിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടത്തെ മുതലാളിയെ കണ്ട് 2 ദിവസം മുൻപത്തെ CCTV കാണിച്ചു തരണമെന്ന് രേവതി കരഞ്ഞു പറയുവാണ്. അങ്ങനെ അവര് കടയിലെ ഫുട്ടേജൊക്കെ രേവതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ അവര് കുടിച്ചിട്ടില്ല എന്നയാള് കാണിച്ചപ്പോ ഇവനെ എനിക്കറിയാം. ഇത് ഇവനായിരുന്നോ വീഡിയോ എടുത്ത് വൈറലാക്കിയത്? ഈ വീഡിയോ എന്റെ നമ്പറിലേക്കൊന്ന് അയച്ചു തരാമോ എന്ന് ചോദിച്ച് അത് വാങ്ങിച്ചുകൊണ്ട് രേവതി തിരിച്ചു വരുവാണ്. ശേഷം ആ വീഡിയോ ശ്രീകാന്തിന്റെ മൊബൈലിലേക്ക് അയച്ച് അവനെയും കൂട്ടി സച്ചിയുടെ അടുത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സച്ചി വന്നപ്പോ അവനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് രേവതി. എന്തിനാ രേവതി കരയുന്നേ? എന്തു പറ്റി എന്ന് സച്ചി ചോദിക്കുമ്പോ എനിക്ക് മാപ്പ് തരണം സച്ചിയേട്ടാ. ഞാൻ നിങ്ങളെ പറ്റി എന്തൊക്കെയോ വിചാരിച്ചു. എനിക്ക് മാപ്പ് തരണം. ഞാനെങ്കിലും നിങ്ങളെ വിശ്വസിക്കണമായിരുന്നില്ലേ? നിങ്ങൾ കുടിച്ചിട്ടില്ല എന്ന് അത്രയും കരഞ്ഞു പറഞ്ഞിട്ടും ഞാൻ വിശ്വസിക്കാതെ പോയില്ലേ എന്നു പറഞ്ഞ് രേവതി പൊട്ടി കരയുവാണ്. സച്ചിയേട്ടാ, അന്ന് ഞാൻ പോലും വിശ്വസിച്ചില്ല. ഏട്ടൻ കുടിച്ചിട്ടില്ലാന്ന് എത്ര പറഞ്ഞതാ. കുടിച്ചിട്ടില്ലാന്ന് ഏട്ടത്തി ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞു. ആ ബാറിലേക്ക് പോയി ആ CCTV വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ട്. ഈ വീഡിയോയില് സച്ചിയേട്ടൻ കുടിച്ചതായി കട്ട് ചെയ്ത് കാണിച്ചതാ. CCTVയില് അങ്ങനെയൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും ബോധ്യാവും. വീഡിയോ എടുത്തവനെയും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ശ്രീകാന്ത് അത് സച്ചിക്കും ഫ്രണ്ട്സിനും ഒക്കെ കാണിച്ചു കൊടുക്കുവാണ്. ആ വീഡിയോ കണ്ട് സച്ചിയാകെ ഷോക്കായി നിൽക്കുവാണ്. ഈ വീഡിയോ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ജീവിതകാലം മൊത്തം ഏട്ടൻ ഒരു കുടിയനായി ജീവിക്കേണ്ടി വരുമായിരുന്നില്ലേ? ഏട്ടത്തിയാണ് ആ ഓണറിനെ കണ്ട് സംസാരിച്ച് ഈ വീഡിയോ വാങ്ങിച്ചോണ്ട് വന്നേ എന്ന് ശ്രീകാന്ത് പറയുമ്പോ നിങ്ങൾ അത്രയും പറഞ്ഞിട്ടും ഞാൻ അന്ന് കേട്ടില്ലല്ലോ. മറ്റുള്ളവരെ പോലെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി സച്ചേട്ടാ. സോറി, എന്നോട് ക്ഷമിക്ക് എന്ന് രേവതി പറയുവാണ്. എന്തിനാ ക്ഷമയൊക്കെ പറയുന്നത്? കരയാതെ രേവതി. നീ ഇത്രയും ദൂരം പോയി എനിക്ക് വേണ്ടി സത്യം കണ്ടുപിടിച്ചില്ലേ? ഞാൻ വിചാരിച്ചതേ ഇല്ല രേവതി എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് കരയുവാണ് സച്ചി. നിങ്ങളെപ്പറ്റി മോശം പറഞ്ഞ എല്ലാവർക്കും നിങ്ങൾ തെറ്റുകാരനല്ലെന്ന് മനസ്സിലാക്കി കൊടുക്കണം ശ്രീകാന്ത്. ഈ വീഡിയോ ഉടൻ നെറ്റിലിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്ക് എന്ന് രേവതി പറയുമ്പോ
നിങ്ങൾ വീഡിയോ എടുത്ത് സംസാരിക്കേട്ടാ, അതുകൂടി ചേർത്തയക്കാം. നിങ്ങൾ തന്നെ സംസാരിച്ച മറ്റുള്ളവർക്ക് അത് മനസ്സിലാവും എന്ന് ശ്രീകാന്ത് ആവശ്യപ്പെടുവാണ്. എന്റെ പേര് സച്ചി. 2 ദിവസം മുൻപ് നിങ്ങൾ എല്ലാവരും എന്നെ വഴക്കു പറഞ്ഞ് കുടിയനായി ചിത്രീകരിച്ചില്ലേ? എന്തൊക്കെ വിളിച്ചു, എല്ലാവരും ദേഷ്യം കാണിച്ചു. എന്നാ ഞാൻ സത്യമായിട്ടും കുടിച്ചിട്ടില്ല. എന്റെ വീട്ടുകാർ പോലും എന്നെ വിശ്വസിച്ചില്ല. അതിന് കാരണമുണ്ട്. എന്തെന്നാ, എനിക്ക് കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആരും വിശ്വസിച്ചില്ല. ഞാൻ കുടിക്കുന്നവൻ തന്നെയാണ്. എന്നാൽ ഒരിക്കലും ജോലി ചെയ്യുമ്പോൾ ഞാൻ കുടിച്ചിട്ടില്ല. അതും കാറെന്നു പറഞ്ഞ എനിക്ക് ഭക്ഷണം തരുന്ന ദൈവമാണ്. ആ കാറ് രാപ്പകൽ അധ്വാനിച്ച് എനിക്കെന്റെ ഭാര്യ വാങ്ങി തന്നതാ. ഞാൻ കുടിച്ചിട്ടില്ലെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവളിത് ചെയ്തില്ലായിരുന്നെങ്കിൽ ജീവിതകാലം മൊത്തം എന്റെ പേരും ലൈസൻസും ഒക്കെ നഷ്ടപ്പെടുമായിരുന്നു. ദയവ് ചെയ്ത് എന്റെ കാറ് എനിക്ക് തന്നെ തിരിച്ചു തരണം എന്നൊക്കെ സച്ചി വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട്. അത് ശ്രീകാന്ത് നെറ്റിലിട്ട് വൈറലാക്കുവാണ്. രേവതിയുടെ ഫാമിലി മൊത്തം ആ വീഡിയോ കണ്ട് സന്തോഷിക്കുവാണ്. പിന്നീട് അത് ശ്രീകാന്ത് സച്ചിയുടെ അച്ഛൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രനും സത്യം മനസ്സിലാക്കി പൊട്ടിക്കരയുവാണ് സച്ചിയെ പറഞ്ഞതൊക്കെ ഓർത്ത്. പിന്നീട് സച്ചിയും രേവതിയും പോലീസ് സ്റ്റേഷനിലെത്തി കാറ് തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയെ കുടുക്കിയവനെ ആ സ്റ്റേഷനിലേക്ക് എത്തിക്കുവാണ്. ഇവനെയൊക്കെ സ്റ്റേഷനിൽ വച്ചല്ല, പുറത്തു വച്ച 4 അടി കൊടുക്കേണ്ടത് എന്ന് രേവതി പറയുമ്പോ അതിനെന്താ ഇപ്പോ എന്ന് പറഞ്ഞ് സച്ചി അവനെ സ്റ്റേഷനകത്ത് വെച്ച് ഒരുപാട് അടിക്കുവാണ്. പോലീസുകാർ വന്ന് സച്ചിയെ പിടിച്ചു മാറ്റുന്നുണ്ട്. അതൊക്കെ കണ്ട് രേവതി ഒരുപാട് സന്തോഷാവുകയാണ്. അയാളെ ജാമ്യത്തിൽ ഇറക്കാൻ പിന്നീട് ശരത്ത് സ്റ്റേഷനിലേക്ക് വരുന്നത് രേവതിയും സച്ചിയും കാണുന്നുണ്ട്. എടാ, ഇതോടെ അയാളുമായുള്ള എല്ലാ കമ്പനിയും വിട്ടേക്ക്. ഇനി നിന്നെ ഇവന്റെ കൂടെ കണ്ടാലേ ഞാൻ തന്നെ സച്ചേട്ടനോട് പറഞ്ഞ് നിന്റെ മറ്റേ കൈ ഒടിച്ചിടും എന്ന് രേവതി ശരത്തിനെ വാൺ ചെയ്യുകയാണ്. രവീന്ദ്രൻ തന്റെ മൊബൈലിൽ വന്ന വീഡിയോ ടിവിയിലിട്ട് എല്ലാരെയും കാണിച്ചു കൊടുക്കാൻ ശ്രുതിയോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സച്ചി നിരപരാധിയാണെന്ന് വീട്ടിലെല്ലാവർക്കും ആ വീഡിയോ കാണുന്നതോടെ മനസ്സിലാവുകയാണ്. ഇവൻ ഞാൻ കടം വാങ്ങാറുള്ള വട്ടിപ്പലിശക്കാരനല്ലേ? ഇവനും സച്ചിയുമായിട്ട് എന്താ ബന്ധം? സച്ചിക്കിട്ട് ഇയാളെന്തിനാ പണി കൊടുത്തേ എന്നൊക്കെ ശ്രുതി ചിന്തിച്ചോണ്ട് നിൽക്കുവാണ്. അങ്കിൾ, അപ്പൊ സച്ചിയേട്ടൻ അന്ന് കുടിച്ചിട്ടില്ലായിരുന്നല്ലേ എന്ന് വർഷ ചോദിക്കുമ്പോ അതെ മോളെ, അവൻ അത്രയും പറഞ്ഞതാ, എന്നിട്ടും അവനെ ഞാൻ വിശ്വസിക്കാതെ പോയി എന്ന് പറയുവാണ് രവിയേട്ടൻ. അച്ഛാ, ഇതൊക്കെ സച്ചിയും അവന്റെ കൂട്ടുകാരും ചേർന്ന് സെറ്റപ്പ് ചെയ്ത വീഡിയോ ആയിരിക്കില്ലേ എന്ന് ശ്രുതി പറയുമ്പോ ആയിരിക്കണ്ട, അവര് രണ്ടുപേരും ചേർന്ന് ഇതല്ല ഇതിൽ കൂടുതൽ ചെയ്യും എന്ന് ചന്ദ്ര മറുപടി കൊടുക്കുവാണ്. വായടക്ക് ചന്ദ്രേ, അമ്മയും മകനും എങ്ങനെ ഒരേപോലെ ചിന്തിക്കുന്നു? അവന്റെ മേൽ തെറ്റുണ്ടെന്ന് പറഞ്ഞ ഉടൻ എല്ലാരും വിശ്വസിച്ചു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡൗട്ടൊന്നും വന്നില്ലല്ലോ. ഇപ്പൊ തെളിവ് കാണിച്ചപ്പോ അവന്റെ മേൽ സംശയം വരുന്നു. എന്താ ചന്ദ്ര ഇത്? ഒരുത്തന് ചീത്തപ്പേര് വീണ ചെയ്യുന്നതെല്ലാം മോശമായിട്ട് എല്ലാരും കാണൂ എന്ന് രവിയേട്ടൻ പറയുകയാണ്. നിങ്ങൾ പറയുന്നത് ശരിയാ അങ്കിൾ. അതും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോ എല്ലാവരും അതിന്റെ ഫുൾ സൈഡ് കാണില്ല, ഒരു സൈഡ് മാത്രമേ ചിന്തിക്കൂ. അത് അതുപോലെ വിശ്വസിക്കും. അതുകൊണ്ടാ എത്ര പേരെ ബാധിക്കുമെന്നറിയോ? സച്ചേട്ടന്റെ കയ്യില് തെറ്റൊന്നുമില്ലെന്ന് മനസ്സിലായില്ലേ അങ്കിൾ എന്ന് പറയുവാണ് വർഷ. എന്റെ മോനെ സംസാരിക്കാൻ വിടാതെ ഞാൻ അടിച്ചു. ചന്ദ്രേ, നീ പോയി ആരതി എടുത്തോണ്ട് വാ. സച്ചിയും രേവതിയും വരുന്നതിന് മുമ്പ് അതെടുക്കണം എന്ന് രവീന്ദ്രൻ കൽപ്പിക്കുമ്പോ പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുവാണ് ചന്ദ്ര. നിന്നെ കൊണ്ട് പറ്റോ ഇല്ലയോന്ന് ഞാൻ ചോദിച്ചില്ല, പോയി എടുത്തോണ്ട് വാടി. ഞാനാ പറയുന്നേ, എടുത്തോണ്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് രവിയേട്ടൻ ദേഷ്യത്തിൽ പറഞ്ഞപ്പോ ചന്ദ്ര പേടിച്ച് അകത്തേക്ക് പോവാണ്. ആ സമയം ശ്രീകാന്ത് അവരെയും വിളിച്ച് വീട്ടിലേക്ക് എത്തുവാണ്. അവരെ അവിടെ തന്നെ നിൽക്കാൻ പറ ശ്രീകാന്ത് എന്ന് രവിയേട്ടൻ പറയുമ്പോ അച്ഛ, ഇനിയും ഏട്ടന്റെ മേൽ ദേഷ്യത്തിലാണോ? ഏട്ടന്റെ അടുത്ത് ഒരു തെറ്റുമില്ലെന്ന് ആ വീഡിയോ നിങ്ങളും കണ്ടതല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുവാണ്. രവീന്ദ്രൻ ഉടനെ ചന്ദ്രയോടും ശ്രുതിയോടും വർഷയോടും ഒരുമിച്ച് ആരതി എടുത്ത് അവരെ സ്വീകരിക്കാൻ ആവശ്യപ്പെടുവാണ്. അങ്ങനെ സച്ചി അകത്തേക്ക് കയറി വന്നപ്പോ രവിയേട്ടൻ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. എനിക്ക് മാപ്പ് താടാ സച്ചി, അച്ഛന് തെറ്റുപറ്റിപ്പോയി എന്നു പറഞ്ഞ് രവി കരയുമ്പോ എന്താ അച്ഛാ നിങ്ങൾ ഇങ്ങനെ? എന്നോട് എന്തിനാ മാപ്പ് ചോദിക്കുന്നേ? അതൊന്നും വേണ്ട എന്ന് സച്ചി പറയുന്നുണ്ട്. ഇല്ലടാ, ആരും നിന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ വിശ്വസിക്കണമായിരുന്നു. ഞാനും നിന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ നിന്നെ അടിക്കാൻ വരെ കൈയൊങ്ങി. എന്നോട് ക്ഷമിക്കടാ സച്ചി എന്ന് പറയുവാണ് രവിയേട്ടൻ. അങ്ങനെയൊന്നും പറയാതെ അച്ഛാ, നിങ്ങൾ എത്ര അടി വേണമെങ്കിലും എന്നെ അടിച്ചോ, ഞാനത് വാങ്ങിച്ചോളാം. എന്നാ എന്നോട് സംസാരിക്കാതെ മാത്രം ഇരിക്കാതെ അച്ഛാ, അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞ് സച്ചിയും പൊട്ടിക്കരയുവാണ്. ശരി, എല്ലാം മറന്നേക്ക്.
രേവതി, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് മോളെ. ഭർത്താവിന് വേണ്ടി പോരാടുന്ന ഒരു പെണ്ണാണ് നീ. സച്ചിക്ക് നല്ലൊരു ഭാര്യയാ നീ. അവന്റെ അഭിമാനം നീ കാത്തു രക്ഷിച്ചില്ലേ? ഒരു ഭർത്താവ് ഭാര്യയും എങ്ങനെ ആയിരിക്കണമെന്ന് എല്ലാരും നിങ്ങളെ കണ്ടു വേണം പഠിക്കാൻ. അതിനുള്ള ഉദാഹരണമാണ് നിങ്ങള്. ഇതേപോലെ ഓരോരുത്തർക്ക് വേണ്ടി വിട്ടുകൊടുക്കാതെ മരണം വരെ നിങ്ങൾ സന്തോഷമായി ജീവിക്കണം എന്ന് രവീന്ദ്രൻ അവരോട് പറയുന്നുണ്ട്. അമ്മ, നിങ്ങളെല്ലാരും വിശ്വസിച്ചതുപോലെ ഞാനും എൻ്റെ ഭർത്താവിനെ തെറ്റിദ്ധരിച്ചു. എന്നാൽ അദ്ദേഹം കരഞ്ഞ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിശ്വസിച്ചു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് എനിക്കറിയായിരുന്നു അമ്മ. ഇപ്പൊ എന്നെ ആരും കുടിയന്റെ ഭാര്യ എന്ന് വിളിക്കാൻ വരില്ലല്ലോ എന്ന് പറഞ്ഞ രേവതി ചന്ദ്രയെ നോക്കി ചിരിക്കുവാണ്. എത്ര അഹങ്കാരമാടി നിനക്ക്, അതും എൻ്റെ അടുത്ത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ രേവതി ചിരിച്ചുകൊണ്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അല്ല ശ്രുതി, ഭർത്താവ് തെറ്റ് ചെയ്താ ഭാര്യയായ ഞാൻ ചോദിക്കാതെ വിട്ടു. അതുകൊണ്ടാ ഇദ്ദേഹം ഇങ്ങനെ മാറിയത് എന്ന് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ? അവര് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കെന്റെ ഭർത്താവിനെ തിരുത്താൻ അറിയില്ലായിരിക്കും. എന്നാൽ തെറ്റ് ചെയ്യാത്ത ഭർത്താവിനെ എങ്ങനെ അതിൽ നിന്ന് രക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ ശ്രുതി. അതുകൊണ്ട് നീ ഇനി സംസാരിക്കുന്നതിന് മുമ്പ് കുറച്ച് ആലോചിച്ചിട്ട് സംസാരിച്ചോണം എന്ന് ശ്രുതിയോട് പറയുവാണ് രേവതി. എന്താടി അവരുടെ അടുത്ത് പോയി ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? എന്താ ഉണ്ടായത്? ഏതോ ഒരു ദിവസം ഇവൻ കുടിച്ചില്ല, അതല്ലേ വലിയ കാര്യം എന്ന് വെച്ച് ഇവൻ കുടിയനല്ലാതായി മാറുകോടി? അതോ ഇനി ഇവൻ ജീവിതകാലം കുടിക്കാനേ പോകുന്നില്ലേ? ഇതൊക്കെ വലിയ വിഷയമായി സംസാരിക്കുന്നുണ്ടല്ലോ. ശ്രുതി, നീ അകത്തേക്ക് വാ മോനെ, നീ അകത്തേക്ക് വാ ശ്രുതി എന്ന് പറഞ്ഞ് ചന്ദ്ര രണ്ടുപേരെയും വിളിച്ച് റൂമിൽ കയറി കഥ കടയ്ക്കുവാണ്. സച്ചിയേട്ടന്റെ മേൽ തെറ്റില്ലെന്ന് അറിഞ്ഞിട്ടും അമ്മ എന്താച്ചാ ഇങ്ങനെ സംസാരിച്ചിട്ട് പോയത് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ, വിട്ടേക്കടാ, ഇവളെന്താ പുതിയതായി സംസാരിക്കുന്നതാണോ? ശ്രുതി എന്ത് തെറ്റ് ചെയ്താലും അത് മറച്ചു വയ്ക്കാനേ ഇവൾക്കറിയൂ. സച്ചിയുടെ കാര്യത്തില് ഇവൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് വിട്ടേക്ക്. ശരി, നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിൽ നിന്ന് വരുന്നതല്ലേ, കുളിച്ച് ആഹാരം കഴിക്കും മക്കളെ എന്ന് പറഞ്ഞ രവീന്ദ്രൻ അവിടുന്ന് പോവാണ്. നല്ല സമയത്താ രേവതി നീ എന്നെ വന്ന് രക്ഷിച്ചത്. അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞ് ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന് സ്വാമിയുടെ മേൽ എന്നെ കൊണ്ട് സത്യം ഇടിപ്പിക്കുമായിരുന്നു ഇവര്. ഞാൻ ഭയന്നിരിക്കുമായിരുന്നു എന്ന് സച്ചി പറഞ്ഞത് കേട്ട് അവന്റെ കയ്യില് നല്ല നുള്ളു വെച്ച് കൊടുക്കുവാണ് രേവതി.